ഹോണറിന്റെ ഹോണർ പാഡ് X9A എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി വില മാത്രമേ അനൗൺസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പാഡ് X9A എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ പാഡ് X9Aയിൽ 11.5 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 2508x1504 ആയിരിക്കും. ഇപ്പോൾ പഴയ X8A എന്ന ടാബ്ലറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഇതിൽ വരുന്നതായിരിക്കും. അതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഴയ വെർഷനിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 400 നിറ്റ്സ് ആയിരിക്കും. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. ടാബിന്റെ വെയിറ്റ് വരുന്നത് 475 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.77 mm ആണ്. പിന്നെ മെറ്റൽ യൂണി ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടാബിന്റെ ഒരു ഗ്രേ കളർ വേരിയന്റ് ആണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസറുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസറാണ്. ടാബിന്റെ വില ഒരു 10,000 to 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ പഴയ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് ചെറിയൊരു അപ്ഗ്രേഡ് ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ സിമ്മിന്റെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ ഒരു ടാബിൽ 8GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റൈലസ് പെന്റെ സപ്പോർട്ടൊക്കെ ഈ ടാബിൽ ഉണ്ടാവും. നമുക്ക് സ്റ്റൈലസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കീബോർഡിന്റെ സപ്പോർട്ടും ഇതിലുണ്ടാവും. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ 8 MP ക്യാമറ ആയിരിക്കും വരിക. പഴയ വെർഷനിൽ 5 MP ക്യാമറ സെൻസറേ വന്നിട്ടുള്ളൂ. അതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ടാബാണ്. ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 8300 mAh ബാറ്ററി ആയിരിക്കും ഈ ടാബിൽ വരിക. 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പം ജസ്റ്റ് സ്പെസിഫിക്കേഷൻ അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഹോണറിന്റെ പാഡ് X8A എന്ന ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അതിന്റെ സക്സസറായിട്ട് ഈ ഒരു ടാബ്ലറ്റ് വന്നേക്കാം. പിന്നെ വിലയുടെ കാര്യത്തിൽ ഹോണർ പാഡ് X8A എന്ന ടാബ്ലറ്റ് 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ടാബിന്റെ വിലയും ഏകദേശം അതിനടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. നമ്മൾ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണറിന്റെ ഹോണർ പാഡ് X9A എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.